ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ടിരിക്കുന്ന ഘനരൂപങ്ങൾ, സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നമ്മൾ ഒരുപാട് സോളിഡ്സ് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഓരോ സോളിഡും ഏതൊക്കെയാണ് സോളിഡ് രൂപങ്ങളെന്ന് പരിചയപ്പെട്ടു. അതിൻ്റെയൊക്കെ സർഫസ് ഏരിയ, അതുപോലെ തന്നെ വോളിയംസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും അതനുസരിച്ച് പ്രോബ്ലംസും ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടതാണല്ലോ. അപ്പം ഇനി നമുക്ക് പഠിക്കാത്ത ഒരു സോളിഡ് രൂപം കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് സ്ഫിയർ ആണ്, അല്ലെ? സ്ഫിയർ, ഗോളമാണ്. ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയയും അതുപോലെ തന്നെ വോളിയവും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചത്. പ്രോബ്ലം ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ വാല്യൂസ് ഒക്കെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്ത് കണ്ടെത്തുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് അതിലെ സോളിഡ്സിലെ അവസാനത്തെ ഘനരൂപമായ ഹെമിസ്ഫിയർ, അർദ്ധഗോളത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? സ്ഫിയറിന്റെ ജസ്റ്റ് പകുതിയാണ്, അല്ലെ? കട്ട് ഓഫ് ആണ്. അതിന്റെ പകുതി ഭാഗത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ പേര് ഇതാണ്, ഹെമിസ്ഫിയർ എന്നാണ്, അർദ്ധഗോളം. അപ്പൊ അർദ്ധഗോളത്തിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. അതിന് എത്ര ഫേസസ് ഉണ്ട്, അതിന്റെ ഫേസസിന്റെ ഒക്കെ ഏരിയ, അതുപോലെ തന്നെ വോളിയം, പരപ്പളവും അതുപോലെ വ്യാപ്തവും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം ആ ടോപ്പിക് നമുക്ക് അവിടെ തീരുകയാണ്. അതായത് സോളിഡ്സ് എന്ന് പറയുന്നത് എല്ലാ സോളിഡുകളുടെയും ഏരിയസും അതുപോലെ തന്നെ വോളിയംസ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും എല്ലാ ഘനരൂപങ്ങളുടെയും സോളിഡ്സിന്റെയും പ്രധാനപ്പെട്ട ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുക. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇന്ന് ഹെമിസ്ഫിയർ ആണ് കേട്ടോ, അർദ്ധഗോളമാണ്. ഹെമിസ്ഫിയർ, ഹെമിസ്ഫിയർ, അർദ്ധഗോളം. എന്താണ് അതിന്റെ ഷേപ്പ്? ഒരു ഹെമിസ്ഫിയറിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അതിന്റെ പകുതി, അതായത് ഗോളത്തിനെ നമ്മൾ പകുതിയാക്കുന്ന, അറിയാലോ, നമ്മൾ നാരങ്ങ കട്ട് ചെയ്യാറുണ്ട്, അല്ലെ? നമ്മുടെ ലെമൺ, അതായത് നാരങ്ങ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗം, അത് ഒരു ഹെമിസ്ഫിയർ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഹാഫ് ആയിട്ട് നമ്മൾ പകുതിയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രൂപം, ആ ഒരു ഷേപ്പിലാണ് ഹെമിസ്ഫിയറിൻ്റെത്. അല്ലെങ്കിൽ ഷോർട്ട് പുട്ട് ഒക്കെ പകുതിയാക്കുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഭൂമിയുടെ ക്രോസ് സെക്ഷനൊക്കെ, നമ്മൾ എർത്തിന്റെ ക്രോസ് സെക്ഷനൊക്കെ ക്ലാസ്സുകളിലൊക്കെ, സയൻസ് ക്ലാസ്സുകളിലോ എന്താ പറയാ, ജിയോഗ്രഫി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ആ ഒരു ക്രോസ് സെക്ഷൻ അത് തന്നെയാണ്. അപ്പൊ ഒരു നാരങ്ങ എടുത്തിട്ട് മുറിച്ചിട്ട് കറക്റ്റ് പകുതി വെച്ച് നമ്മൾ മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഹെമിസ്ഫിയർ എന്നതിനോട് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഹൗ മെനി ഫേസസ് ആർ ദർ ഫോർ ദിസ് ഹെമിസ്ഫിയർ? ഈ ഒരു അർദ്ധഗോളത്തിന് എത്ര മുഖങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ടത് രണ്ട് മുഖങ്ങളാണ്. ഒന്ന്, ഒരു ലാറ്ററൽ സർഫസ് ഏരിയ, അതിന്റെ വക്രതലം, അതായത് ആ വളഞ്ഞിരിക്കുന്ന മുകളിലേക്ക് ഇങ്ങനെ താഴെ വെച്ചിരിക്കുന്നതിന്റെ ആ താഴെ ഭാഗം കാണാതെയുള്ള മുകളിലേക്കുള്ള ഭാഗം, നമ്മൾ നാരങ്ങ മുറിച്ചിട്ട് ഇങ്ങനെ കമിഴ്ത്തി വെക്കുമ്പോൾ ആ താഴെയുള്ള ഭാഗം നമ്മൾ കാണുന്നില്ല, അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് അതിന്റെ ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത്. ഒരു വക്രതലവും അല്ലെങ്കിൽ പാർശ്വമുഖവും. ആൻഡ് വൺ, അത് പൊക്കി നോക്കുമ്പോൾ അതിന്റെ താഴെ കാണുന്ന ഒരു സർക്കിൾ, ഒരു ഫേസും കൂടി നമുക്ക് കാണാം. അതിന്റെ ബേസ് ആണ്. അത് കൂടി ചേർന്ന് രണ്ട് ഫേസസ് ആണ് ഒരു ഹെമിസ്ഫിയറിനുള്ളത്. ഒരു അർദ്ധഗോളത്തിന് രണ്ട് മുഖങ്ങളാണുള്ളത്, ഒരു ലാറ്ററൽ സർഫസും ഒരു ബേസും. അങ്ങനെ രണ്ട് മുഖങ്ങൾ ചേർന്ന ഒരു രൂപമാണ് അർദ്ധഗോളം അല്ലെങ്കിൽ ഹെമിസ്ഫിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ അതുപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് പറയാം. ഇതിനെ ലാറ്ററൽ സർഫസ് മാത്രമല്ല, നമ്മൾ ഗോളത്തിന് ഒറ്റ ഫേസേ ഉള്ളൂ, അല്ലെ? ഉരുണ്ടിരിക്കുകയാണ്, അതിന് ഒരു ബേസ് ഇല്ല. അത് ഏത് രീതിയിൽ ബേസ് ആക്കി വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വെക്കാൻ പറ്റും. അതേസമയം ഹെമിസ്ഫിയറിനെ പകുതിയാക്കി ക്രോസ് സെക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ അതിന് ഒരു സർക്കിൾ ഷേപ്പ് ആയിട്ടുള്ള ഒരു ബേസ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും വെക്കാം. മറ്റേത് അവിടെ കറക്റ്റ് ആയിട്ടൊരു പൊസിഷനിൽ വെക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കും, അല്ലെ? റോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് പ്രത്യേകത. അപ്പൊ ലാറ്ററൽ സർഫസ് ഒരു ഫേസും അതുപോലെ ബേസ് ഒരു സർക്കിൾ ഷേപ്പിലും ആയിട്ടുള്ള ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ അർദ്ധഗോളം എന്ന് വിളിക്കുക. ഇതിന് രണ്ട് രീതിയിലുള്ള ഏരിയാസ് നമ്മൾ കണ്ടുപിടിക്കണം. ഒന്ന് ലാറ്ററൽ, ഇതാണ് ഇതിന്റെ ലാറ്ററൽ ഭാഗം. അപ്പൊ ലാറ്ററൽ സർഫസും അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് അല്ലെങ്കിൽ പാർശ്വതലം അല്ലെങ്കിൽ വക്രതലം എന്നൊക്കെ പറയും. പാർശ്വതലം, ഇതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ബേസ്, അങ്ങനെ രണ്ട് ഫേസുകളാണുള്ളത്. പാദമുഖമാണ്, പാദമുഖം. ഓക്കെ.
ഇനി നമുക്ക് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ LSA അല്ലെ, വക്രതല പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു അർദ്ധഗോളത്തിന്റെ ഹെമിസ്ഫിയറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, 2πr² ആണ്. എന്താണ്? 2πr². അതായത് റേഡിയസിന്റെ സ്ക്വയറിനെ, അതായത് ആരത്തിന്റെ വർഗത്തെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിന്റെ പ്രോഡക്റ്റ് ആണ്. ദ പ്രോഡക്റ്റ് ഓഫ് ദ റേഡിയസ് സ്ക്വയർ അല്ലെ, സ്ക്വയർ ഓഫ് റേഡിയസ് ആൻഡ് 2π ഈസ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ. ഒരു അർദ്ധഗോളത്തിന്റെ ലാറ്ററൽ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് 2πr² ആണ്. ആൻഡ് ഇതിന്റെ TSA ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ വക്രതലവും അതിന്റെ അടിയിൽ താഴെയുള്ള ഭാഗമായ ബേസ്, ആ മുഖവും അതിന്റെയും കൂടി ഏരിയ കൂടി അതിന്റെ കൂടെ ചേർക്കണം അല്ലെ. ആ ബേസിന്റെ ഏരിയ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 2πrs ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നതിന്റെ കൂടെ പ്ലസ് ബേസ് ഏരിയ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ 2πr² ആണ്. ബേസ് നമുക്കറിയാം ഇറ്റ്സ് ദ ഷേപ്പ് ഓഫ് എ സർക്കിൾ. അതൊരു വൃത്തത്തിന്റെ ആകൃതി ആയതുകൊണ്ട് വൃത്തത്തിന്റെ പരപ്പളവ് ചേർത്താൽ പോരെ. അപ്പൊ വൃത്തത്തിന്റെ പരപ്പളവ് നമുക്കറിയാം πr² ആണ്. അപ്പൊ 2πr²നോടൊപ്പം ഒരു πr² കൂടി ചേർന്ന് ദ ടോട്ടൽ സർഫസ് ഏരിയ മേക്സ് 3πr². 3πr² ആണ് ഏതിന്റെ ഹെമിസ്ഫിയറിന്റെ ആകെ പരപ്പളവ് നമുക്ക് കിട്ടുക. ആൻഡ് ദ വോളിയം, വ്യാപ്തം എന്താണ്? എന്താണ് വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ? നമ്മൾ നേരത്തെ ഒരു ഫുൾ ഗോളത്തിന്റെ, അതായത് സ്ഫിയറിന്റെ ഗോളത്തിന്റെ വ്യാപ്തം നമ്മൾ പറഞ്ഞു 4/3πr³ ആണ്. 4/3πr³ ആണെങ്കിൽ അതിന്റെ ഹാഫ് ആണ് 2/3πr³ ആണ്. 2/3πr³ എന്നതാണ് ഹെമിസ്ഫിയർ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു അർദ്ധഗോളം എന്താണ്, അതിന് എത്ര ഫേസസ് ഉണ്ട്, അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, അതിന്റെ ഫേസസിന്റെ പേരുകളാണ് ലാറ്ററൽ സർഫസും ഒരു ബേസ് ഫേസും ആണ്. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ, അതിന്റെ വക്രതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, 2πr². ടോട്ടൽ സർഫസ് ഏരിയയിൽ ആ ലാറ്ററൽ സർഫസ് ഏരിയനോടൊപ്പം താഴെയുള്ള വൃത്താകൃതി സർക്കിൾ ഷേപ്പിലുള്ള ഒരു ഏരിയ കൂടി കൂട്ടണം, πr² കൂടി കൂട്ടി 3πr² ആണ്. അതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ് 2/3πr³. എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ഇക്വേഷൻസിൽ ഒരുപാട് ഇക്വേഷൻസ് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ, അതായത് സോളിഡ് എന്ന് പറയുന്ന ടോപ്പിക് തുടങ്ങി നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ഫോർമുലാസ് ഒക്കെ എഴുതിയതാണ്, മറക്കണ്ട. ഇതും എഴുതി തന്നെ പഠിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക, ഹെമിസ്ഫിയറിന്റെ ഷേപ്പും ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ പ്രോബ്ലംസ് ചെയ്താലോ. അതായത് ഹെമിസ്ഫിയർ നമുക്ക് എന്താണ്, ഇതിന് അറിയേണ്ട ഡയമെൻഷൻ ഏതാണ്, ഏതളവ് അറിഞ്ഞാൽ മതി? റേഡിയസ്. നമ്മൾ തന്നിരിക്കുന്ന അർദ്ധഗോളം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗോളമായിക്കോട്ടെ, ഹെമിസ്ഫിയർ ആയിക്കോട്ടെ സ്ഫിയർ ആയിക്കോട്ടെ, ഇതിന്റെ റേഡിയസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം വേറെ ഒരു ഡയമെൻഷൻ ഇല്ല അതിനകത്ത്. ഹൈറ്റോ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചതുപോലെ ഒരു സ്ക്വയർ പിരമിഡിനകത്ത് പാർശ്വോന്നതി LH അങ്ങനെ അക്ഷരങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഓരോ ഡയമെൻഷൻസ് കൂടി ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ റേഡിയസ് മാത്രമാണ് ഒരു എന്താ പറയുക സർക്കിൾ, അതുപോലെ തന്നെ ഗോളം, സ്ഫിയർ, ഹെമിസ്ഫിയർ, ഇതിനൊക്കെ റേഡിയസ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട അളവെന്ന് പറയുന്നത്. ആ ഡയമെൻഷൻ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്യാം. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതനുസരിച്ച് നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ബേസ് റേഡിയസ് ഓഫ് എ ഹെമിസ്ഫിയർ, ദ ബേസ് റേഡിയസ് ഓഫ് എ ഹെമിസ്ഫിയർ ഈസ്, base radius of a hemisphere is 8 centimeter. You have to find the total surface area and volume. Total surface area എത്രയാണ്, വോളിയം എത്രയാണ്, അതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ബേസ് റേഡിയസ് ഓഫ് എ ഹെമിസ്ഫിയർ, ഹെമിസ്ഫിയർ അർദ്ധഗോളത്തിന്റെ ആരം നമുക്ക് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ആണ്. അതിന്റെ TSA കാണണം. TSA നമ്മൾ പറഞ്ഞു, TSA എന്ന് പറയുമ്പോൾ 2πr²നോടൊപ്പം താഴെയുള്ള ഒരു πr² കൂടി, ദാറ്റ് ഈസ് 3πr². ഇക്വേഷനിൽ കൊടുക്കാം. കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ആവശ്യമായ സംഗതി ഉണ്ടോ എന്ന് നോക്കാം. റേഡിയസ് ആണ് പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ടത്. ബാക്കിയൊക്കെ നമുക്കറിയാം. പൈന്റെ വാല്യൂ 3.14. ഇപ്പൊ നമുക്ക് പൈയുടെ വാല്യൂ ആൻസറിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇല്ലെങ്കിൽ പൈയുടെ വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുക. അപ്പോൾ പൈയുടെ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷനിൽ പൈ ചേർത്തിട്ടായിരിക്കും ഉത്തരമായിട്ട് വരിക. അപ്പൊ അത് ഓർത്തിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞതാണ്, മറക്കരുത്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ആണ് TSA ഓഫ് ഹെമിസ്ഫിയർ. നമ്മളുടെ അർദ്ധഗോളത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ്, അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് ആണ് നമുക്ക് കാണേണ്ടത്. ഉപരിതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്.
that is 3 pi r square in which r is given as 8 centimeter. നമുക്ക് തന്നിരിക്കുന്ന r റേഡിയസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഇവിടെ കൊടുത്താൽ പോരെ 3 pi into 8 സ്ക്വയർ ആണ്. 3 പൈ ഇൻറ്റു 8 സ്ക്വയർ, 8ന്റെ സ്ക്വയർ എത്രയാ 64. അപ്പൊ 3 പൈ ഇൻറ്റു 64. 64നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12, 18 ഒന്നും 19, 192 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അർദ്ധഗോളത്തിന്റെ ഈ തന്നിരിക്കുന്ന 8 സെന്റിമീറ്റർ ആരമുള്ള 8 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഈ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമുക്ക് കിട്ടിയത് 3 പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്ത് 3 പൈ ഇൻറ്റു 8ന്റെ സ്ക്വയർ 64. 64നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ പൈയുടെ വാല്യൂ ഇട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു 192 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പൊ നമുക്ക് ഈ 192 പൈ എന്ന് പറയുന്ന വാല്യൂ ആയിട്ടല്ല, പോയിന്റ് ഡെസിമൽ പോയിന്റ് ഇട്ട് ഒരു ആൻസേഴ്സ് ആണ് തന്നിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നിരിക്കുന്ന ആൻസറിൽ പൈയുടെ വാല്യൂ ഗുണിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ 3.14 കൂടി നമ്മൾ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഓർ 192 ഇൻറ്റു 3.14. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ആയിരിക്കും അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദിസ് ഹെമിസ്ഫിയർ. ഈ ഹെമിസ്ഫിയറിന്റെ ഏകദേശ വില, അതായത് പൈയുടെ വാല്യൂ നമ്മൾ ഒരു കംപ്ലീറ്റ് വാല്യൂ അല്ല നമ്മൾ പറഞ്ഞു 22/7, അതിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് 3.14. അത് കംപ്ലീറ്റഡ്, അതിങ്ങനെ എന്താ പറയുക കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ രൂപമായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്കൊരു പോയിന്റ് ഇട്ടൊരു ആൻസർ ആണ് തരുന്നതെങ്കിൽ നമ്മൾ ഈ ആൻസറിൽ നിർത്തരുത്. 192 പൈ നമ്മൾ തന്നിരിക്കുന്ന ആൻസറിൽ ഇല്ല, അപ്പൊ ഇതിനകത്ത് ഉത്തരമില്ല എന്നല്ല, അതിനകത്ത് പൈ വാല്യൂ ഗുണിച്ചിട്ടായിരിക്കും അപ്പൊ നമ്മുടെ ആൻസർ എടുക്കാം. അപ്പൊ ഇതാണ്. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അടുത്ത ക്വസ്റ്റ്യനും കൂടി അതിന്റെ കൂടെ തന്നെയുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ദ വോളിയം. വോളിയം കാണണം, വ്യാപ്തം കൂടി കാണണം. എന്താണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ? വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഇസ് ഈക്വൽ ടു 2/3 പൈ r ക്യൂബ് ആണ്. ഇപ്പൊ തന്നെ ഇത് വെച്ച ഇക്വേഷൻ ആണ്, മറക്കരുത്. 2/3 പൈ r ക്യൂബ് ആണ്. 2/3 പൈ r ക്യൂബ് എന്ന് പറയുമ്പോൾ 2/3 അങ്ങനെ തന്നെ എഴുതാം, പയ്യും എഴുതാം. r ക്യൂബ് മീൻസ് റേഡിയസ് നമുക്ക് തന്നിരിക്കുന്നത് 8 ആണ്. 8ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. 3 കൊണ്ട് ഗുണിക്കാനല്ല, 8നെ 3 കൊണ്ട് ഗുണിക്കലല്ല, അത് തെറ്റിക്കരുത്. ചിലപ്പോഴൊക്കെ അങ്ങനെ തെറ്റിച്ചെഴുതാറുണ്ട്. 8നെ 3 പ്രാവശ്യം ഗുണിക്കണം, ഇൻറ്റു 2 2 കൊണ്ട് ഗുണിക്കണം. വെട്ടി ചെറുതാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ ആണ്, അതായത് ലാസ്റ്റ് കിടക്കുന്ന ആൻസർ ഒരു പോയിന്റ് ഉള്ള സംഖ്യ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു പൈയുടെ വാല്യൂ ഗുണിച്ചിരിക്കണം, 3 കൊണ്ട് ഹരിച്ചിരിക്കണം. ഇതെല്ലാം സോൾവ് ചെയ്യണം. ഇത്രയൊന്നും പോകാറില്ല. ഇത്രയും ക്വസ്റ്റ്യൻസിനൊക്കെ പൈ വാല്യൂ ഗുണിക്കാതെ അതുപോലെ ഡിവൈഡ് ചെയ്യാതെ ഒക്കെയുള്ള ആൻസർ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുക. അപ്പൊ 8 × 8 64 ആണ്. 64 ഇൻറ്റു ഒരു 8 കൂടി ഗുണിക്കണം, 32, ബാലൻസ് 3, 48 3 48 3 51, 512. തീർന്നില്ല, ഒരു 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4, 2, 10, 1024 പൈ. തീർന്നിട്ടുണ്ടോ? ഇല്ല. /3 നമ്മൾ ചെയ്തില്ല, സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ /3 ചെയ്യാത്തോണ്ട് ഇപ്പൊ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1024 3 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ആൻസർ പൈ ചേർത്ത് എഴുതിയതാവാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാകാം. ഏത് രീതിയിലും ആൻസർ വരാം. അത് നമ്മൾ നോക്കി തന്നെ എഴുതണം. നിങ്ങൾക്കറിയാലോ, ഡിവൈഡ് ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഡിവൈഡ് ചെയ്ത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ ഹരിച്ചിട്ട് എഴുതാം. അപ്പൊ 1024 പൈ സെന്റിമീറ്റർ /3 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് നമ്മുടെ വോളിയം ഓഫ് ദിസ് ഹെമിസ്ഫിയർ, തന്നിരിക്കുന്ന അർദ്ധഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത് ഈ ക്വസ്റ്റ്യനിൽ? വോളിയം കണ്ടുപിടിച്ചു, വ്യാപ്തവും കണ്ടുപിടിച്ചു, TSA ടോട്ടൽ സർഫസ് ഏരിയ അതിന്റെ മൊത്തം പരപ്പളവാണ്. ഏതിന്റെ? അർദ്ധഗോളത്തിന്റെ മൊത്തം, അതായത് വക്രതലം ഉൾപ്പെടെ താഴെയുള്ളതും കൂടി ചേർന്നിട്ടുള്ളതാണ് TSA. വക്രതലം മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ എന്താണ് ഈ ഇക്വേഷൻ ചെറുതായിട്ട് മാറും. 2 പൈ r സ്ക്വയർ ആണ്. 2 പൈ r സ്ക്വയർ ചെയ്താൽ മതി. പ്ലസ് ഒരെണ്ണം കൂടി ചേരുമ്പോഴാണ് ടോട്ടൽ സർഫസ് ഏരിയ, അത് താഴെയുള്ള വൃത്തഭാഗമാണ്. പൈ r സ്ക്വയർ കൂടി ചേർന്നാലാണ് 3 പൈ r സ്ക്വയർ ആകുക. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യനും അതിന്റെ ചെയ്തിരിക്കുന്ന മെത്തേഡും അല്ല മനസ്സിലായിണ്ടാവുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോളിഡ്സ്, ഘനരൂപങ്ങൾ. ഈ പല ഘനരൂപങ്ങളുടെയും ഈ പറഞ്ഞ ലാറ്ററൽ സർഫസ് ഏരിയ, വക്രതല പരപ്പളവും ടോട്ടൽ സർഫസ് ഏരിയ, വോളിയം അല്ലെ, പാർശ്വതല പരപ്പളവ്, ആകെ പരപ്പളവ്, വ്യാപ്തം, ഇവയൊക്കെ നമ്മൾ ഡിഫറെന്റ് ഷേപ്സിന്റെ പല 3 ഡയമെൻഷണൽ ഫിഗേഴ്സ് അല്ലെങ്കിൽ അത് ആ ഷേപ്സ് ആണ് നമ്മൾ സോളിഡ്സ് എന്ന് വിളിക്കുക. ആ 3D ഷേപ്സിന്റെ ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി
ഈ ടോപ്പിക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഈ ഒരു മൊത്തത്തിലുള്ള ടോപ്പിക്കുമായിട്ട് ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ബാക്കി ക്ലാസ്സിലും അടുത്ത ഒരു ക്ലാസ്സിലും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് സോളിഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കാണുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈ ഒരു ഇക്വേഷൻസിലൂടെ മാത്രം സോൾവ് ചെയ്യുന്നത് മാത്രമായിരിക്കില്ല നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. പല രീതിയിൽ വേറെ നമുക്ക് എന്താ പറയുക ടെസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളും കാണാറുണ്ട്. അത്തരം ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ബാക്കിയുള്ള ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതിയിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ റേഷ്യോ ഓഫ് റാഡി ഓഫ് 2 cylinders is 2:3 and their heights are in the ratio of 5:4. Find the ratio of volumes. Yes, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ച് മാത്രം സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലാതെ മാറ്റി ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യന് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ദ റേഷ്യോ ഓഫ് റാഡി ഓഫ് 2 cylinders, 2 സിലിണ്ടറുകളുടെ ആരങ്ങളുടെ അംശബന്ധം. ആരങ്ങൾ അവിടെ ഒരു പ്ലൂറൽ ഫോമിലാണ്, ഒരെണ്ണത്തിന്റെ അല്ല രണ്ടെണ്ണത്തിന്റെയാണ്, അതുകൊണ്ടാണ് റാഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈസ് 2:3. രണ്ട് സിലിണ്ടേഴ്സ് ആണ്, 2 വ്യത്യസ്ത സിലിണ്ടറുകളാണ്, വൃത്തസ്തംഭങ്ങളാണ് അല്ലെ. വൃത്തസ്തംഭങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് 2:3 എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഹൈറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ ഓഫ്, അവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നിരിക്കുന്നത് 5:4. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം, റേഷ്യോ ഓഫ് വോളിയം, വോളിയത്തിന്റെ അംശബന്ധം എന്തായിരിക്കാം, വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കാം. വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സിലിണ്ടറിന്റെ വ്യാപ്തങ്ങൾ, 2 സിലിണ്ടറുകളാണ്, ഡിഫറെന്റ് മെഷർമെന്റിലുള്ള സിലിണ്ടറാണ്. ഇപ്പൊ 2 ടിൻ, സിലിണ്ടർ ഷേപ്പിലുള്ള ടിൻസ് ഒക്കെ നമുക്കറിയാം, ചില സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ വരുന്ന ടിൻ കണ്ടല്ലോ, അത് സിലിണ്ടർ ഷേപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള 2 വ്യത്യസ്ത അളവിലുള്ള ടിന്നാണെന്ന് വിചാരിക്കാം. അതിന്റെ രണ്ടിന്റെയും റേഡിയസ് വ്യത്യാസമുണ്ട്, അത് റേഷ്യോ തന്നിരിക്കുന്നത് 2:3 ആണ്. ആൻഡ് ഹൈറ്റ്, അതിന്റെ പൊക്കത്തിലും ചെറിയ വ്യത്യാസമുണ്ട്, പൊക്കങ്ങൾ തമ്മിലുള്ള ഉയരങ്ങൾ തമ്മിലുള്ള റേഷ്യോ തന്നിരിക്കുന്നത് 5:4 ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ വോളിയം, അതിനകത്തുള്ള കണ്ടന്റ്, അതിന്റെ അകത്ത് ഒഴിക്കുന്ന സാധനത്തിന്റെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തറിയണം, ഇത് സോൾവ് ചെയ്യണമെങ്കിൽ we have to know the volume of cylinder. വോളിയം ഓഫ് സിലിണ്ടർ, വ്യാപ്തം, സിലിണ്ടറിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ അറിയണം. എന്താണ് വോളിയം ഓഫ് സിലിണ്ടർ കാണാനുള്ള ഇക്വേഷൻ? വോളിയം ഓഫ് സിലിണ്ടർ ഓർമ്മയുണ്ടോ? നമ്മൾ എഴുതിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു πr²h ആണ്. വോളിയം ഓഫ് സിലിണ്ടർ കാണാനുള്ള ഇക്വേഷൻ മറക്കണ്ട, πr²h. നമ്മൾ പറഞ്ഞു ഏത് ഘനരൂപമായാലും, അതായത് നമ്മളുടെ സ്തംഭരൂപത്തിലുള്ളത്, സ്തുപികയല്ല സ്തംഭരൂപത്തിലുള്ള സോളിഡ്സിന്റെ വോളിയം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വോളിയം കാണണമെങ്കിൽ അതിന്റെ ബേസ് ഏരിയനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ, ബേസ് ഏരിയ. അപ്പൊ ബേസ് ഏരിയ എന്ന് പറയുന്നത്, ബേസ് സിലിണ്ടർ ആകുമ്പോൾ അതിന്റെ താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് πr², വൃത്തമാണ്, വൃത്തത്തിന്റെ ഷേപ്പാണ്, അതാണ് πr² ഇൻറ്റു ഹൈറ്റ് എന്താണ്? h ആണ്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ, അതാണ് πr²h എന്ന് വന്നിരിക്കുന്നത്. ഇവിടെ 2 വ്യത്യസ്ത സിലിണ്ടർ ആണല്ലോ. അപ്പൊ നമുക്ക് 2 എണ്ണം തമ്മിലുള്ളത് അറിയണ്ടേ, വേറെ വേറെ ആയിട്ട് കാണണമെങ്കിൽ നമുക്ക് അതിന്റെ വോളിയത്തിന് നമുക്ക് V1:V2 എന്ന് കൊടുക്കാം. 2 എണ്ണം തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ വോളിയത്തിനെ V1 എന്നും ആ റേഷ്യോയിലാക്കാൻ വേണ്ടി ഈസ്റ്റു ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ വോളിയത്തെ നമ്മൾ V2 എന്ന് എടുക്കുകയാണെങ്കിൽ V1:V2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതനുസരിച്ച് തന്നെ നമ്മുടെ വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ, ഒന്നാമത്തെ വോളിയം കാണുമ്പോൾ എന്ത് വരും എന്നറിയാമോ? πr1². R1 എന്ന് പറയുന്നത് ഇത് R1 ആണ്, ഇത് R1, ഇവിടെ ഇത് R2. അതുപോലെ തന്നെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്നുണ്ട്. അപ്പൊ ഇത് എത്രയായി? h1, ഇത് h2. കണ്ടല്ലോ, ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ, റേഡിയസ് തമ്മിലുള്ള റേഷ്യോ അതാണ്. അപ്പൊ R1 R2 എന്ന് പറയുന്നത് 2ഉം 3ഉമാണ്. ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ h1:h2 എന്ന് പറയുന്നത് 5:4 ആണ്. അപ്പൊ R1²h1 πr2²h2 അതങ്ങോട്ട് സ്ഥാനത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്ക് വീണ്ടും എങ്ങോട്ട് എഴുതാം? πr1². R1² എന്ന് പറയുമ്പോൾ R1ന്റെ സ്ഥാനത്ത് 2 ആണ്. 2² ഇൻറ്റു h1 എത്രയാ? 5 ആണ്.
5 എഴുതുന്നു, ഈസ്റ്റു ഇടുന്നു, വീണ്ടും പൈ r2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പൊ 3 സ്ക്വയർ ഇൻറ്റു H2 ഏതാണ് 4 ആണ്. 4 എഴുതി. നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കുക, അവിടെ പൈ രണ്ട് സ്ഥലത്തും ഉണ്ട്. ഏതില്? രണ്ട് ഇക്വേഷനിലും നമുക്ക് പൈ ഉണ്ട്. ഒരുപോലെയുള്ള നമ്മൾ റേഷ്യോയിലേക്ക് എഴുതുമ്പോൾ അല്ലെ, നമ്മൾ അംശബന്ധത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ടേമിലേക്ക്, അപ്പൊ അതിൽ നിന്ന് കോമൺ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് മാറ്റും. കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ടത്. ഇപ്പൊ നമുക്കറിയാം 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 4 × 5 20 അല്ലെ, 20 ഇവിടെ 3ന്റെ സ്ക്വയർ 9 ആണ്. 9 × 4 36 ആണ്. 20:36. ലോവസ്റ്റ് ടേമിലേക്ക് ആക്കാലോ. നമ്മൾ എപ്പോഴും റേഷ്യോ എഴുതുമ്പോൾ ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക്, ഏറ്റവും ലോവസ്റ്റ് ടേമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. 20:36. ഒന്നില്ലെങ്കിൽ നേരെ കുഞ്ഞു ചെറിയ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ചെറുതാക്കാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഏത് ടേബിളിലാണ് ഇത് വരിക? 20ഉം 36ഉം ഒരുപോലെ വരുന്ന ടേബിൾ 4ന്റെ ടേബിളിലാണ് അല്ലെ, 4ന്റെ ടേബിളിലാണ്. 4ന്റെ ടേബിളിൽ ചെയ്യുമ്പോൾ 4 5 20, 4 × 5 അതായത് ഡിവൈഡഡ് ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20നെയും ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ 36നെയും നമുക്ക് 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 36 9 4s are 36. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 5:9 ആണ്. ഇവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം, അതായത് ഇവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3ഉം ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 5:4, 5:4 ആയിരിക്കെ നമുക്ക് കിട്ടിയത് ഇവയുടെ വ്യാപ്തങ്ങൾ തമ്മിൽ, ഇവയുടെ ഉള്ളളവ്, അതിന്റെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം നമുക്ക് കിട്ടിയത് എത്രയാന്ന് നോക്കിയേ? 5:9 ആണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്. നമുക്കതിന് വേണ്ടി അറിയേണ്ടത് വോളിയം ഓഫ് സിലിണ്ടർ കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു അറിയേണ്ടത്. അത് πr²h ആണ്. അപ്പൊ 2 ഡിഫറെന്റ് സിലിണ്ടേഴ്സ് ആയതുകൊണ്ട് ഫസ്റ്റ് സിലിണ്ടറിന്റെ വ്യാപ്തത്തിന് πr1² എന്നും രണ്ടാമത്തേതിന്റെ πr2² എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ വാല്യൂസ് കൊടുത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്തു? സിമ്പിൾ ഫോമിലേക്ക് കൊണ്ടുവന്നപ്പോൾ വോളിയം ഈസ് 5:9 എന്ന റേഷ്യോ ആണ് നമുക്ക് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ദ ലാറ്ററൽ സർഫസ് ഏരിയ ആൻഡ് ബേസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ആർ സെയിം. Then what is the ratio between radius and height of the cylinder? ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതും നമുക്ക് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ നമുക്ക് ഇക്വേഷൻ മാത്രം അറിഞ്ഞ, അല്ലെങ്കിൽ ഇക്വേഷൻ നേരിട്ട് കൊടുത്ത് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അല്ല. നോക്കിയേ, LSA ആൻഡ് ബേസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ ആൻഡ് ബേസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ആർ സെയിം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, അതുപോലെ തന്നെ അതിന്റെ ബേസ് നമുക്കറിയാം സർക്കിൾ ഷേപ്പ് ആണ് അല്ലെ. സിലിണ്ടറിന്റെ വൃത്തസ്തംഭത്തിന്റെ താഴെയുള്ള ഭാഗം അടിയിലും മുകളിലും ഏത് ഷേപ്പാണ്? വൃത്തം അല്ലെ. നമ്മൾ പറഞ്ഞു സിലിണ്ടർ എന്ന് ഓർക്കുമ്പോൾ തന്നെ അടിയിലും മുകളിലും ടോപ്പ് ആൻഡ് ബോട്ടം വൃത്തം ഷേപ്പാണ് അല്ലെ, സർക്കിൾ ഷേപ്പാണ് അത്. അപ്പൊ അതിന്റെ ഏരിയ നമുക്കറിയാം, ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ഏരിയ ആണ് πr² ആണ്. അപ്പൊ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ആയതുകൊണ്ട് ബേസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? πr² ആണ്. ഇനി അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ അതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം, എന്നിട്ട് അത് ഈക്വൽ ആയിട്ട് എഴുതി നമുക്ക് അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? സിലിണ്ടറിന്റെ ഏത് സോളിഡ് രൂപമായാലും അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനായിട്ട് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഓർക്കുക, ഇത് സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ ബേസ് എന്ന് പറയുന്നത്, സിലിണ്ടർ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സർക്കിൾ ഷേപ്പ് ആണ്, സർക്കിൾ ആണ്. അപ്പൊ സർക്കിളിന്റെ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സർക്കിൾ 2πr ആണ്. 2πr ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ h ആണ്. ഇപ്പൊ നമുക്ക് കാര്യം കിട്ടി. എന്ത്? സിലിണ്ടറിന്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ഷേപ്പ് ആണ്. ആ സർക്കിളിന്റെ, അതാണ് പെരിമീറ്റർ ആയിട്ട് വേണ്ടത്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മുടെ ഏത് കാണാനുള്ള LSA, ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ്, ഒരു ഘനരൂപത്തിന്റെ വക്രതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ അതാണ്. അപ്പൊ ബേസ് പെരിമീറ്റർ നമുക്കറിയാം വൃത്തമായതുകൊണ്ട് വൃത്തത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് 2πr ഇൻറ്റു ഹൈറ്റ് h ആണ്. ഇനി പറഞ്ഞിരിക്കുന്നു, അപ്പൊ നമുക്ക് കിട്ടി LSA എന്ന് പറയുന്നത് 2πrh എന്ന് കിട്ടി. അപ്പൊ രണ്ട് ഇക്വേഷനും കിട്ടിയല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ എന്താ
പറഞ്ഞേക്കണേ? ബോത്ത് ദ LSA ആൻഡ് BA ആർ സെയിം. ബേസ് ഏരിയയും LSAയും തുല്യമാണ്. ഇത് രണ്ടും തുല്യമാണ്. LSA ഈക്വൽ ടു BA ബേസ് ഏരിയ. അപ്പൊ നമ്മൾ അത് ഇക്വേഷൻ ആയിട്ട് എഴുതാം. 2πRH എന്ന് പറയുന്നത് πr² തുല്യമാണ് എന്നാണ് അവർ പറഞ്ഞേക്കണേ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇനി നിങ്ങളോട് അങ്ങനെയാണെങ്കിൽ റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്താണ്? റേഡിയസും ഹൈറ്റും, ആരവും ഉയരവും തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് നേരത്തെ പറഞ്ഞതുപോലെ റേഷ്യോയിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അതിനെ ഒന്ന് ഷോർട്ട് ആക്കണം. നോക്കിയേ, ഇവിടെ പൈ ഇപ്പുറത്തുണ്ട്, ഈക്വൽ സൈൻ്റെ അപ്പുറത്തുണ്ട്. രണ്ടും ഒരേപോലത്തെ വാല്യൂസ് അപ്പുറവും ഇപ്പുറവും ഈക്വൽ സൈൻ്റെ അപ്പുറം ഇപ്പുറം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു 6 ഉണ്ട്, ഇതിനകത്ത് 2 6 ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം കളയാം. ബാക്കി ഒരു 6 ഇവിടെ റിമൈനിങ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു പൈയും വെട്ടിക്കളഞ്ഞു. ഇവിടെ ഒരു 6 ഉള്ളൂ. ഇവിടെ R² ഉണ്ട്, അതിൽ നിന്ന് ഒരു 6 നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കിയുള്ള നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? 2h ഈക്വൽ ടു R എന്ന് കിട്ടി അല്ലേ? ഓക്കെ, 2h, 2ഉം h മാത്രം ബാക്കി വന്നു. അത് നമ്മൾ അവിടെ താഴേക്ക് എടുത്ത് എഴുതി. ഇവിടെ ഒരു 6 ബാക്കി വന്നു, 6 ഇങ്ങോട്ട് എടുത്തെഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? 2 ഇവിടെ നിർത്താം. ഈ h ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഞാനത് R-ന്റെ അടുത്തേക്ക് കൊണ്ടാണ്. അപ്പൊ അത് എന്താവും? ഡിവിഷൻ ആകും. 2 is equal to R/h എന്നാകും. എന്തായി? 2 is equal to R/h എന്നായി. ഇനി നമുക്ക് റേഷ്യോ എഴുതാൻ എളുപ്പമല്ലേ? ഈ 2ന്റെ അടിയിൽ സംഖ്യ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോമൺ ഡിനോമിനേറ്റർ ആയ 1 അവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ 2/1 ഈക്വൽ ടു R/h. ഇപ്പൊ റേഷ്യോ ആയിട്ട് എഴുതിക്കോ. therefore റേഷ്യോ, അതായത് ഭിന്നസംഖ്യയായി എഴുതുന്നത്, ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത് നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ ആയിട്ട് എഴുതാം. R:h. അതായത് RH, ആണ് മുകളിൽ അംശമായിട്ട് കിടക്കുന്നത്, ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ h ആണ് കിടക്കുന്നത്. അപ്പൊ R:h എന്ന് എഴുതി. അതിന്റെ ആ ഒരു സ്ട്രക്ചർ മാറ്റാതെ തന്നെ നമ്മൾ എഴുതണം. R-ന്റെ നേരെ വന്ന് കിടക്കുന്ന സംഖ്യ ഏതാണ്? 2 ആണ്. 2:1 എന്ന് കിട്ടും നമുക്ക്. റേഷ്യോ ബിറ്റ്വീൻ ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 2:1 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ നോക്കിയേ, LSA, ബേസ് ഏരിയ, ഇതൊക്കെ കാണാനുള്ള ഇക്വേഷൻസ് അറിയണം. എന്നാലേ ഇതൊക്കെ ഈക്വൽ ആണെന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ക്യാൻസൽ ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ LSAയും ബേസ് ഏരിയയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ LSA എന്ന് പറയുന്നത് 2πRHും ബേസ് ഏരിയ എന്ന് പറയുന്നത് πr² നമ്മൾ ഈക്വൽ ടു എഴുതി. കോമൺ ആയിട്ട് ഈക്വൽ സൈൻ്റെ അപ്പുറം ഇപ്പുറം വന്നത് നമ്മൾ എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്ത് വെട്ടിക്കളഞ്ഞു. ബാക്കി വന്നത് നമ്മൾ ഇങ്ങോട്ട് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതൊരു ഫ്രാക്ഷൻ രൂപത്തിലാക്കി. R:h ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരുന്നത്. ഉയരവും ആരവും തമ്മിലുള്ള അംശം ഇത്. ആരവും ഉയരം, ആരം ആദ്യം, ഉയരം രണ്ടാമത്. അപ്പൊ R/h എന്നുള്ളത് R:h ആക്കിയെങ്കിൽ ആ ഫ്രാക്ഷനെയും നമ്മൾ അങ്ങനെ തന്നെ ആക്കണം. R:h എന്ന് പറയുന്നത് R-ന്റെ നേരെ കിടന്ന സംഖ്യ അവിടെയും H-ന്റെ നേരെ കിടന്നത് അവിടെയും എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയത് R:h ഈക്വൽ ടു 2:1 എന്നാണ് കിട്ടുക. നോക്കുക, അപ്പൊ നമ്മൾ ഈ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അതിന്റെ ഇക്വേഷൻസ് മാത്രം ചെയ്താൽ പോരാ. ഇക്വേഷൻസ് ഡയറക്ട്ലി തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി ചെയ്ത് സോൾവ് ചെയ്താൽ പോരാ. ഇതുപോലെ ഡിഫറെന്റ് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെയുള്ള 1-2 ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അപ്പൊ ഹെമിസ്ഫിയറും അതുപോലെ വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്തത്. അതൊക്കെ പഠിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ പഠിച്ച് അതിൻ്റെ ഇക്വേഷൻസും പഠിച്ചിട്ടൊക്കെ നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ ഇനിയും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. ആ ഒരു ക്ലാസ്സോടുകൂടി മിക്കവാറും ആ ഒരു സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് നിർത്താം. അപ്പോൾ ആ ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചിട്ട് വരാം. അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.